ഡിസംബറിൽ എൻ്റെ ലാസ്റ്റ് വിസ റിന്യൂവലാണ്. ഇനിയൊരു വിസ റിന്യൂവൽ ഇല്ല, കാരണം അവിടുത്തെ റൂള് മാറി. നമുക്ക് നാട്ടിൽ വന്ന് റിന്യൂ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് വേറെ ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാവരും ആകെ ഡെസ്പായിരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എല്ലാവരോടും പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, കാരണം യേശു നല്ലവനാണ്. ഈശോയ്ക്ക് അറിയാം ഞാനൊരു ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ ഈശോയ്ക്ക് അറിയാം. കാരണം ഞാനിവിടെ ജോലിക്കായിട്ട് വന്നിട്ടുള്ളതെന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ളതും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവർക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും, പിന്നെ സ്റ്റാറ്റസ് ഇടും. ഇത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനൊരു ജോലി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈശോയെ ഞാൻ കൃപാസനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എന്നെ അറിയുന്നവർ ഇതിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉപകരണമാക്കി, ഒരു സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ലാസ്റ്റ് 10 ഡേയ്സേ ഉള്ളൂ. 29th എൻ്റെ വിസ തീരും, ഡിസംബർ 29th. 10 ദിവസം മുമ്പ് റൂം വെക്കേറ്റ് ചെയ്യേണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓണർ ചേട്ടനോട് പറയാൻ പോവുകയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോൾ ടെൻഷൻ ആവില്ല, നമുക്ക് ഇനി സമയമുണ്ടല്ലോ, 10 ദിവസമല്ലേ, നമുക്ക് ഒരു ദിവസമൊക്കെ മതി കാര്യങ്ങൾ മാറി മറിയാൻ. അങ്ങനെ പ്രതീക്ഷ തന്നു. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു വലിയൊരു ആശ്വാസം അന്ന് കിട്ടി. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം എൻ്റെ CV വേറെ ആൾക്ക് ഫോർവേഡ് ചെയ്തു. അന്ന് തന്നെ ഒരു കമ്പനി, പുതിയൊരു കമ്പനിയുടെ ഓണറും ഒരു ഫ്രണ്ടും കൂടി എന്നെ ഇൻ്റർവ്യൂ എടുത്തു. പിറ്റേ ദിവസം തന്നെ അത് കൺഫേം ആയി, എനിക്ക് ജോലി സെറ്റായി.